ഇന്നത്തെ വീഡിയോയിൽ ഇറ്റാലിയൻ ഓപ്പണിങ്ങിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാപ്പാണ് കാണിക്കുന്നത്. ഈ ഒരു ട്രാപ്പ് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഈ ഒരു ട്രാപ്പ് വൈറ്റ് ഉപയോഗിച്ച് കളിക്കുമ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് എടുത്ത് കളിക്കുമ്പോൾ നമ്മുടെ എതിരാളി ഈ ഒരു ട്രാപ്പ് നമുക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാപ്പ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ആവശ്യം നേരത്ത് ഉപയോഗിക്കാനും അതുമല്ലാതെ നമ്മുടെ എതിരാളി നമുക്കെതിരെ ഈ ഒരു ട്രാപ്പ് ചെയ്യുമ്പോൾ അതിൽ പോയി ചാടാതിരിക്കാനുമാണ് ഈ ട്രാപ്പ് എന്തുകൊണ്ടും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ട്രാപ്പ് വൈറ്റ് ഉപയോഗിച്ച് കളിക്കുന്നവർക്കുള്ളതാണ്. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E5. വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഇറ്റാലിയൻ ഓപ്പണിംഗ്. ഈ മൂവുകളും അതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിവിധ ട്രാപ്പുകളെ പറ്റിയിട്ടുള്ള സീരീസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെസ് ഓപ്പണിംഗ് സീരീസ് ചെയ്യുമ്പോൾ ഈ മൂവുകളെ പറ്റിയെല്ലാം വിശദമായി തന്നെ പറയാം. അടുത്തത് ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി B4 മൂവ് ചെയ്ത് ഒരു ഗ്യാമ്പിറ്റ് ചെയ്യുന്നു. ഈ ഒരു മൂവ് ഇവാൻസ് ഗ്യാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്കിന് ഈ ഒരു ഗ്യാമ്പിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് B4ലുള്ള പൗണിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റ് C3 മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A5ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അടുത്തതായി വൈറ്റ് സെൻറ്റർ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനായി D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പൗൺ വെച്ച് പൗണിനെ വെട്ടുന്നു. വൈറ്റിനിപ്പോൾ വേണമെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ പൗണിനെ വെട്ടിയെടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പകരം വൈറ്റ് ഇപ്പോൾ കിങ് സൈഡിലേക്ക് ക്യാസിൽ ചെയ്യുകയാണ്. ഈ സമയം ബ്ലാക്ക് പൗൺ ഉപയോഗിച്ച് C3യിലുള്ള വൈറ്റിൻ്റെ പൗണിനെ വെട്ടുന്നു. വൈറ്റ് അടുത്തതായി ക്യൂനിനെ B3യിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ F7 സ്ക്വയറിലേക്ക് വൈറ്റിന് നല്ലൊരു കൺട്രോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിനായി ക്യൂനിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ C3യിലുള്ള പൗണിന് ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അടുത്ത മൂവിൽ C3 പൗണിനെ മുന്നോട്ടേക്ക് നീക്കി ഒരേ സമയം നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ക്യൂൻ ഉപയോഗിച്ച് റൂക്കിനെതിരെയും അറ്റാക്ക് കൊടുത്ത് ഒരു പീസിനെ ലാഭം നേടിയെടുക്കുക എന്നായിരിക്കും. അടുത്തതായി വൈറ്റ് E5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ക്യൂനിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ക്യൂൻ ഉപയോഗിച്ച് പൗണിനെ വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പൗണിന് നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് പൗണിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റ് റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിനെ നൈറ്റിനെ എങ്ങോട്ടേക്കും മാറ്റാൻ വേണ്ടി പറ്റില്ല. അതുമല്ലാതെ ബ്ലാക്കിൻ്റെ നൈറ്റിനിപ്പോൾ ക്യൂനിൻ്റെ സപ്പോർട്ട് മാത്രമാണുള്ളത്. ആ നൈറ്റിനിപ്പോൾ വൈറ്റിൻ്റെ 2 പീസ് വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുകയാണ്. അതിനായി D6 മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ ക്യൂനിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂനിനെ G6ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടിയെടുത്താൽ അടുത്തതായി വൈറ്റ് നൈറ്റിനെ മാറ്റി ഒരു ഡിസ്കവേർഡ് ചെക്ക് റൂക്ക് വെച്ച് കൊടുക്കുന്നതോടെ ബ്ലാക്കിന് ക്യൂൻ നഷ്ടപ്പെടുകയും പിന്നീട് വൈറ്റിന് കളി വേഗത്തിൽ ജയിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പൗൺ ഉപയോഗിച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ അടുത്തതായി വൈറ്റ് റൂക്ക് വെച്ച് പൗണിനെ വെട്ടി ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D7ലേക്ക് മൂവ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ ചെക്കിനെ ഏതെങ്കിലും ഒരു പീസ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. എന്ത് തന്നെ ചെയ്താലും വൈറ്റിന് ഈ കളി വളരെ പെട്ടെന്ന് തന്നെ ജയിക്കാൻ പറ്റും. ഇപ്പോൾ കിങ് F8ലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആദ്യം ക്യൂനിനെ A3ലേക്ക് മൂവ് ചെയ്ത് ചെക്ക് കൊടുക്കുക. ഈ ഒരു ചെക്കിൽ നിന്നും ബ്ലാക്കിൻ്റെ കിങ്ങിന് എവിടേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും പീസ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും.
ബിഷപ്പ് ഉപയോഗിച്ചാണ് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നത് എങ്കിൽ ബിഷപ്പിനെ വെട്ടി വീണ്ടും ആ ചെക്ക് തന്നെ വരും. അപ്പോൾ പൗൺ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും ഈ ചെക്ക് തന്നെ വീണ്ടും വരും. അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താൽ ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടി ചെക്ക് വരുമ്പോൾ കളി ചെക്ക്മേറ്റ് ആകുന്നതാണ്. എന്നാൽ ഈ പൊസിഷനിൽ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ക്യൂൻ ഉപയോഗിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാലും ബ്ലാക്കിന് ഇവിടെ രക്ഷയില്ല. വൈറ്റ് അടുത്തതായി റൂക്കിനെ D5ലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് വൈറ്റിന്റെ ക്യൂനിനെ വെട്ടിയാൽ അതോടെ കളി തീർന്ന്. അടുത്തതായി വൈറ്റ് റൂക്കിനെ D8ലേക്ക് മൂവ് ചെയ്ത് ചെക്ക് കൊടുക്കുന്നതോടെ കളി ചെക്ക്മേറ്റ് ആകുന്നു. ഈ ഒരു ട്രാപ്പിന്റെ ഒരു വേരിയേഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ ട്രാപ്പിന്റെ ഫുൾ വേരിയേഷനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് മാത്രമാണ് ഞങ്ങൾക്ക് ഓരോ പുതിയ ട്രാപ്പുകളും വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ചെറിയ ടാസ്ക് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതുമല്ലാതെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കുമായിട്ട് ഒരു ഓൺലൈൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ പ്ലാൻ ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഗോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെക്കുന്ന ടൂർണമെൻ്റാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ മറ്റൊരു ട്രാപ്പുമായി വീണ്ടും വരാം.